ഹലോ ഗായ്സ്, ഞങ്ങളിന്ന് ഞാനും ഇത്തായും മാത്രമായിട്ട് ഒറ്റയ്ക്ക് ഇവിടെ പോവാണ്. ഫിഷിൻ്റെ ഷോപ്പിലേക്ക് പോവാണ് ഫിഷ് മേടിക്കാനായിട്ട്. അതായത് വളർത്താനുള്ള ഫിഷാട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് നടന്നു പോകുന്നത്. ഞങ്ങൾ പൊതുവേ വണ്ടിയിലാണ് പോകാറുള്ളതെങ്കിലും ഞങ്ങൾ ആദ്യമായിട്ടാണ് നടന്നു പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഹൈവേ എത്തിയപ്പം വാപ്പിയെ കണ്ടു. പിന്നെ വാപ്പിയായിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ വാപ്പിയായിട്ട് ഹൈവേക്ക് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്തിട്ട് ഞങ്ങൾ ഫിഷിൻ്റെ ആ ഷോപ്പിലേക്ക് പോവുകയാണ് ഗൈസ്. അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്കത്. അങ്ങനെ ഞങ്ങൾ നേരെ ഫിഷിൻ്റെ ആ ഷോപ്പിൻ്റെ അവിടെ എത്തി. ആൻഡ് ഞങ്ങൾ നേരെ പോയതും ആ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ കണ്ടത് ഒരുപാട് ലവ് ബേർഡ്സും കുറേ പ്രാവിനെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ കൂടുകളൊക്കെ ഒഴിഞ്ഞ് കിടക്കുമായിരുന്നു. എനിക്ക് ആ ലവ് ബേർഡ്സിനെയും പ്രാവിനെയാണ് ഇഷ്ടപ്പെട്ട, ആ വൈറ്റ് പ്രാവിനെ. പിന്നെ ഞങ്ങൾ ഫിഷിൻ്റെ ആ ഒരു സെക്ഷനിലെത്തി. ഒരുപാട് കുഞ്ഞു കുഞ്ഞു നല്ല ക്യൂട്ടായിട്ടുള്ള ഫിഷസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് തന്നെ എടുത്തത് ഒരു ഗോൾഡൻ ഫിഷിനെയാണ്. പിന്നെ 2 വലിയ ഫിഷിനെയും എടുത്തു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾ മേടിച്ച ഫിഷസ്. ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഒരുപാട് ചെറിയ ചെറിയ നല്ല അടിപൊളി ഫിഷസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇതാണ് മേടിച്ചത്. എന്തോ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് അത് മേടിച്ചു. പിന്നെ അതൊക്കെ അവിടുന്ന് ഞങ്ങൾ പാക്ക് ചെയ്ത് മേടിച്ചു. അവരെയൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്ത് മേടിച്ച് പിന്നെ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ബൗളും മേടിച്ചു. ഇങ്ങനെ ആ ബൗളൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്ത് മേടിച്ചു. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഫുഡും ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് കൂടുകൾ ഒഴിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ അവിടെ ഫ്രണ്ടിൽ തന്നെ. എനിക്ക് ആ ഒരു വൈറ്റ് പ്രാവിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മേടിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ഇങ്ങനെ നടക്കില്ലല്ലോ. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഞങ്ങളിങ്ങനെ ഇറങ്ങി. ഇത്തായിരുന്നു ആ ഒരു പാക്കേജ് പിടിച്ചിരുന്നത്. ആ ഒരു ക്ലിപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടായതുകൊണ്ട് അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞങ്ങളങ്ങനെ അവിടുന്ന് നടന്ന് നേരെ വാപ്പിയുടെ ഷോപ്പിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയായിരുന്നു ബിഗ് പൈ എന്നും പറഞ്ഞുകൊണ്ടൊരു കേക്ക് ഷോപ്പായിരുന്നു. അവിടുന്ന് ഒരു ഡ്രീം കേക്ക് മാതിരിയുള്ള ഒരു കേക്ക് മേടിച്ചു. അങ്ങനെ നേരെ വീട്ടിൽ വന്നു. ഉമ്മ അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു, ഫിഷിനെ കാണാനായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഫിഷിലേക്ക് തുറന്ന് കാണിച്ചു. ഉമ്മയ്ക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഫിഷിനെ. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ആ ഒരു ബൗളിനകത്തേക്ക് ഫിഷിനെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു പാക്കേജോടെ തന്നെ ആ ബൗളുമായിട്ടൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്ന് അടിപൊളിയായിരുന്നു ആ ഒരു ഫിഷിനെയൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാനായിട്ട്. അങ്ങനെ എനിക്ക് എൻ്റെ ഇടയിൽ കൂടി കേക്ക് വായിൽ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഇത് വന്നപാടെ ആ ഒരു കേക്കിൻ്റെ ആ ഒരു ഇത് പൊട്ടിച്ച് കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കേക്ക് തന്നെയായിരുന്നു. എനിക്കും ഇഷ്ടപ്പെട്ടു. പൊതുവേ എനിക്കങ്ങനെ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നതല്ല, എന്നാലും കുഴപ്പമില്ലാത്ത ടേസ്റ്റായിരുന്നു. ഇങ്ങനെ ഫിഷിനെയൊക്കെ നോക്കിയിരുന്ന അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ.